ഭൂപ്രശ്നങ്ങൾ ഇന്ന് പല ജില്ലകളും നേരിടുകയാണ്. അതിലേറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. ഇതിന് അടിയന്തര പരിഹാരമുണ്ടാകണം. ഉപാധിരഹിത പട്ടയമാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഇൻഫാം രജത ജൂബിലി സമാപനാഘോഷങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. കാർഷിക മേഖലയിൽ നിരവധി പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. ചെറുകിട കാർഷിക മേഖല മുതൽ തോട്ടം മേഖലകൾ വരെ ഇത് നീളുന്നു. ആധുനിക സംവിധാനങ്ങൾ കാർഷിക മേഖലയിൽ ഉപയോഗപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂപ്രശ്നമുള്ള ജില്ലയാണ് ഇടുക്കി. പട്ടയം കൊടുത്തിരിക്കുന്നത് കയ്യേറ്റ ഭൂമിയാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. വനവിസ്തൃതി വർദ്ധിപ്പിക്കാതെ നിലവിലുള്ളവ സംരക്ഷിക്കുകയാണ് വേണ്ടത്. ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കർഷകരെ ഭൂമിയിൽ പിടിച്ചു നിർത്തണം. പാലുൽപ്പന്നങ്ങളുടെ വില കൂട്ടി ക്ഷീര കർഷകരെ സംരക്ഷിക്കണം. ഉപാധിരഹിത പട്ടയമാണ് കർഷകർക്ക് വേണ്ടത്. അതിനായുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും വി.ഡി. സതീശൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കൃഷി എന്ന് പറയുന്നത് തൊഴിലല്ല, അതൊരു ദൈവവിളിയാണ് എന്നാണ്. ദൈവവിളിയാണ് എന്നാ പറഞ്ഞു. ശരിക്ക് വേദപുസ്തകത്തിൽ മുഴുവൻ ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് കൃഷിയെ കുറിച്ചാണ്, ആടുമേക്കലിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് കൃഷിയെ കുറിച്ചാണ്. ദൈവം അവനെ സാമ്യമുള്ള ഒരാളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. കൃഷിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്, ആടുമേക്കലിനെ കുറിച്ച്. ക്രിസ്തുവിന്റെ 7 സുപ്രധാനമായ പ്രഖ്യാപനങ്ങളിൽ 7ാമത്തെ പ്രഖ്യാപനം, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നാണ്. കൃഷിയാണ് എല്ലാത്തിനോടും. കർഷകൻ എന്ന് പറയുന്നത് അവന്റെ ജീവിത നിലവാരം ഉയർത്താനും അതുപോലെ മറ്റുള്ളവരുടെ ജീവിതം ആയാസരഹിതമാക്കാനും ഉള്ളവനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് വിശ്വാസം. ആ വിശ്വാസം മണ്ണിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്നാണ്. പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നുണ്ട്, ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാമത്തെ ആൾ സ്വർഗത്തിൽ നിന്നും വന്നവൻ. മണ്ണുകൊണ്ടുള്ളവരും സ്വർഗത്തിൽ നിന്ന് വന്നവരും രണ്ടുപേരും സ്വർഗീയരാണ്. അപ്പൊ മണ്ണിൽ നിന്ന് അധ്വാനിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ മറ്റുള്ളവരുടെ മുഴുവൻ ജീവിതത്തെ ആയാസരഹിതമാക്കി മാറ്റുന്ന ആ ജീവിതത്തെ മുഴുവൻ മണ്ണിനോട് ചേർത്ത് വെച്ചിട്ടുള്ളവരാണ്. അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. കർഷക സംഘടനയായ ഇൻഫാമിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കമാണ് കട്ടപ്പനയിൽ നടന്നത്. ചെറുകിട കർഷകരെയും കർഷക കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് ഇൻഫാം നേടിയത്. കേരളത്തിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇൻഫാം വളർന്നു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന കർഷക മഹാറാലിയിൽ ആയിരക്കണക്കിന് കർഷകർ അണിനിരന്നു. പൊതുസമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ രക്ഷാധികാരി മാർ ജോസ് പുളിക്കൽ പിതാവ് അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി രൂപത മുൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP, ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടിയിൽ, ദേശീയ സെക്രട്ടറി മാത്യു മാമ്പറമ്പിൽ, കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു, ജോർജ് പൊട്ടയ്ക്കൽ, ജോയി വെട്ടിക്കുഴി തുടങ്ങി ഒട്ടനവധി ഇൻഫാം പൊതുപ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.